ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ ഞാൻ പലപ്പോഴായിട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ കേട്ടിട്ടൊക്കെയുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൽ ഈ കുടുംബജീവിതത്തിൽ നമ്മൾ എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ കാണണം, കേൾക്കണം, അങ്ങനെ ദമ്പതികൾ തമ്മിൽ ചെയ്യേണ്ട പല കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി ഫണ്ണായിട്ടൊക്കെ അച്ഛൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ എനിക്ക് കുറച്ച് ചിരിക്കാൻ പറ്റണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഉപയോഗം എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ, നമ്മൾ എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം, ഈ ടച്ച്, സ്പർശനം എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നാക്കുകൊണ്ടുള്ള ഉപയോഗങ്ങൾ, ഉപദ്രവങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. എനിക്കൊന്ന് ഇതെല്ലാം കൂടെ നമുക്ക് പറയാൻ തോന്നുന്നു. എനിക്കൊന്ന് കണ്ണിൽ തുടങ്ങാം. നമ്മുടെ ഉള്ളുപോലെയാണ് കണ്ണിൻ്റെ യാത്ര. ഉറവ നേരെയാണെങ്കിൽ ഉറവിടം നേരെയാക്കണം എന്ന് പറഞ്ഞ പോലെ കാഴ്ചപ്പാടുകൾ ശരിയാണെങ്കിൽ ഉള്ളിലെ ഉൾത്തടങ്ങൾ നമ്മൾ നേരെയാക്കണം. ഉദാഹരണം, അപ്പൻ അമ്മയെ പീഡിപ്പിക്കുന്നതും അമ്മ അപ്പനെ ധിക്കരിക്കുന്നതുമായ കുടുംബമാണ് ഒരു മകൻ കണ്ടു വളർന്നതെങ്കിൽ അവൻ അപ്പൻ്റെ റോൾ മോഡൽ എടുക്കും, മകൾ അമ്മയുടെ റോൾ മോഡൽ എടുക്കും. അതാണ് കണ്ണിലൂടെ കാണുന്നത് ഉള്ളിലേക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ കാഴ്ച കണ്ണിലല്ല, മനസ്സിലാണ്. ഇപ്പം നല്ല എത്ര ഇപ്പം ഞാൻ ഇന്നസെൻറ്റും ഞാനിവിടെ ഒരു വനിതയ്ക്ക് വേണ്ടി പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നസെൻറ്റ് പറയായിരുന്നു, അപ്പം ഇരിങ്ങാലക്കുട പാർപ്പിടം വീട്ടിൽ വെച്ചായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ. അദ്ദേഹം പറഞ്ഞു, കുട്ടിക്കാലത്ത് തോംസൺ വില്ല എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് പോന്നു. അങ്ങനെ പോകുമ്പോൾ ക്യാൻസറിൻ്റെ പരിശോധന ഗംഗാധരൻ ഡോക്ടറൊക്കെ നടത്തിയിട്ടാണ് പോവുക. ഷൂട്ടിങ് തീരുന്ന ദിവസം നിർമ്മാതാവ് പറഞ്ഞു, ഇരുട്ട് പരക്കുന്നു, സമയം വൈകുന്നു, പെട്ടെന്ന് പൂർത്തിയാക്കണം ഷൂട്ടിങ്. ഇന്നസെൻ്റ് അച്ഛനാണ് ഒരുങ്ങി പവറിട്ട് ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഫോണടിച്ചു. നോക്കുമ്പോൾ ഗംഗാധരൻ ഡോക്ടറാണ്. അല്പം ഗൗരവമുണ്ട്, ഷൂട്ടിങ് കഴിഞ്ഞ് മകൻ സോണറ്റിനെയും കൂടി വരണമെന്നാണ് പറഞ്ഞത്. ഒരു ഷൂട്ടിങ് പൂർത്തിയാക്കി പഴയ വഴി, ആറുകളും വലരികളും തോടുകളും പുഴകളും മരങ്ങളും ഒക്കെയുള്ള ഒരേ വഴിയിലൂടെ, പലപ്പോഴും പോയ വഴിയിലൂടെ ഈ വണ്ടിയിൽ യാത്ര ചെയ്തു. പക്ഷേ പോകുന്ന വഴിക്ക് ഒരു മരവും ഒരു തോടും ഒരു പുഴയും ഇന്നസെൻ്റ് കണ്ടില്ല. കാരണം കാഴ്ച കണ്ണിലല്ല, കാഴ്ച മനസ്സിലാണ്. ഇതുപോലെ നമുക്ക് ചില വികൃതമായ ഉൾക്കാഴ്ചയുള്ള മനുഷ്യൻ്റെ കണ്ണ് വികലമാവും. മഞ്ഞപ്പത്തുള്ളതെല്ലാം മഞ്ഞയായിട്ട് കാണും എന്ന് പറഞ്ഞ പോലെ കുടുംബത്തിൽ മോശമായി കണ്ടുപിടിച്ച പുരുഷൻ കല്യാണം കഴിഞ്ഞാൽ ആ രീതിയിലെ ഭാര്യയെ കാണും. ഭാര്യ ഭർത്താവിനെ അങ്ങനെ കാണുകയുള്ളൂ. അവിടെ നല്ലത് കാണാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒത്തിരി കാര്യമുണ്ട്. ഒരു വെള്ളക്കടലാസ്, അതിൽ കറുത്ത പൊട്ട്, ചില കറുത്ത പൊട്ടേ കാണൂ, വെള്ളക്കടലാസ് മുഴുവൻ കാണുകയല്ലോ. അപ്പോൾ ഒരുപാട് നന്മകൾക്കിടയിൽ ചെറിയ ഒരു കുറവ് വരുമ്പം അത് കണ്ടില്ല എന്ന് വെക്കാനുള്ള കൃപ ഭർത്താവിന് വേണം, ഭാര്യയ്ക്ക് വേണം. അതേസമയത്ത് ചെറിയ ഒരു തെറ്റ് മുഴപ്പിച്ച് കാണിക്കുന്ന ഒരു കാഴ്ചപ്പാട് വന്നു, അത് ഈ കാഴ്ചയിലെ അന്ധത കാഴ്ചപ്പാടിൻ്റെ അന്ധതയായിട്ട് മാറും. അത് പിന്നെ തൊട്ടതും പിടിച്ചതെല്ലാം പിന്നെ കലഹത്തിന് കാരണമായിട്ട് മാറത്തേ ഉള്ളൂ. സമാധാനമില്ല, സന്തോഷമില്ല, എന്നും വഴക്കും ബഹളമായിട്ട് മാറും. ആ ഒരു മേഖലയിൽ നമ്മുടെ കണ്ണുകളെ ശരിയാക്കണോ, അടിസ്ഥാന കാഴ്ചപ്പാടിൻ്റെ പാളിച്ചകൾ നമ്മൾ തിരുത്തണം. തിരുത്തിയാൽ നമ്മുടെ കണ്ണ് കാഴ്ചപ്പാടും ശരിയായിട്ട് മാറും. അപ്പം നല്ലത് കാണുക, ഭർത്താവിൽ കാണുക, ഭാര്യയെ കാണുക, കുസൃതിയുള്ള കുഞ്ഞുങ്ങളിൽ കാണുക. പലപ്പോഴും നമുക്കറിയാമല്ലോ, ഒരു ക്ലാസ്സിൽ 50 കുഞ്ഞുങ്ങൾ, അലമ്പ് ബഹളം. പക്ഷേ ആ അലമ്പിൽ നാളത്തെ നല്ല പൗരന്മാരെ കാണുന്ന ഒരു ടീച്ചർ, അതാണ് ആ ടീച്ചറിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അലമ്പുള്ള കുട്ടികളിൽ നാളെയുടെ നന്മയെ കാണും. ആശുപത്രിയിൽ തളർന്നു കിടക്കുന്ന രോഗിയിൽ നാളെ എഴുന്നേൽക്കുന്ന ശരീരത്തെ കാണുക. അപ്പം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിത്തീരുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നോട്ടം മാറണം. അങ്ങനെ മാറുമ്പോൾ ഈ ഭർത്താവിനെ ഒരു നാൾ എനിക്ക് നേരെയാക്കാൻ പറ്റും, ഈ ഭാര്യയെ എനിക്ക് നേരെയാക്കാൻ പറ്റും. അങ്ങനെ ഒരു കണ്ണും കാഴ്ചപ്പാടും നമുക്കുണ്ടോ, ദാമ്പത്യം വിജയിക്കും. അതായത് ഒരു ഉൾക്കാഴ്ച എന്തായാലും വേണം. അപ്പോൾ ചിലത് കാണണം, ചിലത് കാണാത്തതുപോലെ നടിക്കണം, ഒക്കെ വേണം. നമ്മളിപ്പോൾ പറയുന്ന വേറൊരു കാര്യമാണ് കേൾക്കണം. ഏറ്റവും കൂടുതൽ ഒരു ഭാര്യയിൽ നിന്നല്ലേ ഭർത്താവിൽ നിന്നൊക്കെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സമയം കൊടുത്ത് ഒരു 5 മിനിറ്റെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ കാത് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമല്ലേ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ? ഇന്ന് പലർക്കും കേൾക്കാൻ സമയമില്ല. ഒന്നാമത് ബിസി ഷെഡ്യൂളാണ് ജീവിതത്തിൽ. ഓടി നടന്ന് ഒരുപാട് കാര്യം ചെയ്യും.
ഒരു ഭാര്യയുടെ ആഗ്രഹം എന്നെ അടുത്ത് നിന്ന് കേൾക്കുന്ന ഒരു ഭർത്താവ്, ഭർത്താവിൻ്റെ ആഗ്രഹം കേൾക്കുന്ന ഒരു ഭാര്യ, പ്രത്യേകിച്ച് വേദനയുടെ സമയങ്ങളിൽ കേൾക്കാൻ ആരെങ്കിലും വേണം. അത് ക്രിസ്തു പോലും ബഥനിയായി പീഡാനുഭവത്തിന് മുമ്പ് ചെല്ലുന്നുണ്ട്. മർത്തായും മറിയവും അല്പം കേൾക്കും. അപ്പം ഉണ്ടാക്കുന്ന ഈ വാഴിക്കാബോളിയേക്കാൾ ഇഷ്ടം കേൾക്കുന്ന മറിയയാണ്. മർത്താൻ ഈ പല കാര്യത്തിൽ വ്യാപൃതയാണ്. ജോലി മോശമായിട്ടല്ല, ഇരുന്ന് കേൾക്കാൻ ആളില്ല. അപ്പം നമുക്ക് സഹന നാളുകളിൽ കേൾക്കാൻ ആൾ വേണം. മനസ്സ് തകരുമ്പോൾ കേൾക്കാൻ ഒരു ഭർത്താവ് വേണം. ഭാരം വളരുമ്പോൾ കേൾക്കാൻ ഒരു ഭാര്യ വേണം. ആ കേൾവി പ്രധാനപ്പെട്ടതാണ്. കേൾക്കുന്നവർക്കേ തിരുത്താൻ പറ്റുള്ളൂ. ലൂക്കാ 24 എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശു നടന്നു. അപരിചിതനെ പോലെ പറഞ്ഞതെല്ലാം കേട്ടു. കേട്ടേച്ച് പറഞ്ഞു, മന്ദബുദ്ധികളെ, പോഷന്മാരെ, കേൾക്കുന്നവർക്ക് തിരുത്താനുള്ള ധാർമ്മിക അധികാരമുണ്ട്. ഭർത്താവിനെ കേട്ടിട്ടേ ഭാര്യ ബാക്കി പറയാവൂ. ഭാര്യയെ കേട്ടിട്ടേ ഭർത്താവ് പറയാവൂ. മുൻവിധി വെച്ച് കമൻസുകൾ നമ്മൾ ഉണ്ടാക്കരുത്. കുഞ്ഞുങ്ങളെ കേൾക്കണം. അവിടെയാണ് പറയാം, അമ്മ ചിറകുള്ള പെടക്കോഴിയാകണം. ചിറകും കീഴിൽ കുഞ്ഞുങ്ങളെ കാക്കുന്ന പോലെ അമ്മ മക്കളെ കൂടുതൽ കേൾക്കണം. അപ്പനത്രയും സമയം ഇല്ലെങ്കിൽ പോലും അമ്മ സമയം കണ്ടെത്തി കേൾക്കണം. അങ്ങനെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദരവ് കൂടും, വികാരം കുറയും, തലക്കനം കുറയും. അവർ വളരെ വിനയവും എളിമയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരും. അത് ദാമ്പത്യത്തിൽ പരസ്പരം കേൾവി, പ്രത്യേകിച്ച് ദമ്പതിമാർ. അതുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് അടുത്തിരുന്ന് വർത്തമാനം പറയണം. അന്നത്തെ വികാരങ്ങൾ ഭാര്യ കേൾക്കണം, അന്നത്തെ വികാരങ്ങൾ ഭർത്താവ് കേൾക്കണം. ആ കേൾവി കുടുംബത്തെ ഒരുപാട് ബലപ്പെടുത്തും. പരിഹാരമൊന്നും വേണ്ട, ചുമ്മാ കേട്ടാൽ മതി. സൈലൻ്റായിട്ട് ലിസൺ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പരിഹാരം വന്നു കഴിഞ്ഞു. മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ ഇറങ്ങി പോകുമ്പം പരിഹാര വഴികളും ആകും. അതാണ് കേൾവിയുടെ പ്രത്യേകത. അപ്പം എനിക്ക് ഒത്തിരി കാര്യം അറിയാം, അടിച്ച് പറിച്ച് പറഞ്ഞു തീർക്കാനല്ല നോക്കേണ്ടത്. കേട്ടതിന് ശേഷം മറുപടി പറയാൻ ശ്രമിക്കണം. അതല്ല കാരണന്മാർ പോലും ചോദിക്കുകയല്ലേ, കട്ടിലേക്ക് കിടക്കുക, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോടി, കേൾക്കുന്നുണ്ടോടാ, കേട്ടാൽ മതി. പരിഹാരമൊന്നുമല്ല, പറഞ്ഞത് കേട്ടോ. കേൾക്കാൻ ഒരാൾ, അത് ഒരു മോള് ധാരാളം. സത്യം പറഞ്ഞാൽ മുൻവിധി ഇല്ലാതെ കേൾക്കാൻ പറ്റണം. കാരണം ചിലപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ തുറന്നടിച്ച് കുറ്റപ്പെടുത്തി എല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ അവസാനം കേട്ട് കഴിയുമ്പോഴാണ് അയ്യോ ഇതൊന്നും അല്ലല്ലോ ഉദ്ദേശിച്ചതെന്നുള്ളൊരു തെറ്റിദ്ധാരണ പല കാര്യങ്ങളിലും നമുക്ക് പല ജീവിത സാഹചര്യങ്ങളിലും കേട്ടിട്ടുണ്ട്. ഈ കണ്ണും പറഞ്ഞു കാതും പറഞ്ഞു വളരെയേറെ പ്രധാനപ്പെട്ട അവയവമാണല്ലോ നമ്മുടെ നാക്ക്. നാക്കിൽ ക്രിസ്തു പറഞ്ഞ വാക്ക് നമ്മൾ എപ്പോഴും ഓർക്കണം. നിൻ്റെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കണം. അനാവശ്യമായി പറയുന്ന ഓരോ വാക്കിനും വിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. സംസാരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാനൊരു കാര്യം പറയുമ്പോൾ പറയുന്ന എനിക്കോ കേൾക്കുന്ന വ്യക്തിക്കോ പറയുന്ന വിഷയത്തിനോ ആരെക്കുറിച്ച് പറയുന്ന ആൾക്കോ നന്മയും ഉപകാരവും വരാത്തതാണെങ്കിൽ ആ വാക്കുകൾ പറയാതിരിക്കുക. നമ്മൾ പലപ്പോഴും പറയും, നോയമ്പാണ്, ഇറച്ചിയില്ല, മീനില്ല, മുട്ടയില്ല, പാലില്ല, തൈരില്ല, മോരില്ല, എല്ലാം ഉപവാസമാണ്. ഇറച്ചിയൊന്നും കൂട്ടുകയെന്ന് പറയും. പക്ഷേ വായിക്കാത്ത ഒരു പക്ഷേ ഇറച്ചി നടത്തുന്ന പ്രകടനത്തിന് ഒരു കുറവുമില്ല. അവിടെയാണ് ഈ നോമ്പൊക്കെ അർത്ഥമാകുന്നത്. നാക്കിൻ്റെ ഉപവാസമാണ്, കണ്ണിൻ്റെ ഉപവാസമുണ്ട്, വേണ്ടാതെ കാണാതിരിക്കുക. കാതിൻ്റെ ഉപവാസമുണ്ട്, വേണ്ടാതെ കേൾക്കാതിരിക്കുക. നാവിൻ്റെ ഉപവാസമുണ്ട്. ഈ നാവിൻ്റെ ഉപവാസമാണ് മൗനം. നീ ശാന്തമാവുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പല കാര്യങ്ങൾക്കും പലതും പറയാൻ തോന്നും. ഒരുപാട് മറുപടി സ്റ്റോക്കുള്ളവരാണ് നമ്മൾ. ക്യാപ്സൂൾ പരുവത്തിൽ പരിഹാരം നിർദ്ദേശിക്കാനും മനസ്സുണ്ട്. പറഞ്ഞില്ലെങ്കിൽ അസ്വസ്ഥതയാണ്. അത് മനസ്സിൽ ചുമ്മാ വെക്കണം. ചില കാര്യങ്ങൾ ഞാൻ പറയേണ്ട വലിയ കാര്യമുള്ളതല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണമാണ്, ആവശ്യമില്ലാത്ത പറയാമെന്നുള്ളത്. ചിലപ്പം ചില കുടുംബത്തിലെ വഴക്ക് തന്നെ കുടുംബ പ്രശ്നമല്ല, തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള സംസാരമാണ് വഴക്കായിട്ട് മാറുക. ഒന്നെങ്കിൽ എളാമ്മയുടെ മക്കൾ, ഏട്ടൻ്റെ മക്കൾ, അവരെക്കുറിച്ച് പറഞ്ഞ് ചുമ്മാ ഇവർ തമ്മിൽ വഴക്കാവുക. അപ്പം നമ്മൾ പറയുന്ന വിഷയം ഗൗരവമുള്ളതാണോ, കതിരാണോ അതോ പതിരാണോ ഞാൻ പറയുന്നത്? ആ ഒരു ചിന്ത രണ്ടു പേർക്കും വേണം. വർത്തമാനത്തിന് മുമ്പ് വായിൽ നിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റുകയല്ല. ക്ഷിപ്രകോപത്തോടെ പറഞ്ഞ വാക്കുകൾ എത്രയോ മുറിവേൽപ്പിക്കും. പിന്നെ പറയുവാൻ അത് പറയണ്ടായിരുന്നു, പറഞ്ഞു പോയില്ലേ. കുഞ്ഞുങ്ങൾക്ക് തന്നെ പേടി, അപ്പനും അമ്മയുടെയും കോപവും ക്ഷോഭിക്കുന്ന വാക്കും കാണുമ്പോൾ. അപ്പം നാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും പ്രൈസ് ടാഗുണ്ട്. ഒരു കുപ്പി ബ്രാൻഡിയുടെ പുറത്ത് 900 രൂപ നെല്ലി വെച്ചാൽ
ആ കുപ്പിയിലെ വെള്ളത്തിൻ്റെ വില 900 രൂപ. 1 കിലോ അരിയുടെ 1 കിലോ പാക്കറ്റിൻ്റെ പുറത്ത് 60 എഴുതി വെച്ചാൽ അരിയുടെ വില അതിനകത്തുള്ളതിന് 60 രൂപ. അകത്തുള്ളതിൻ്റെ പ്രൈസ് ടാഗാണ് പുറത്ത് കാണുക. എൻ്റെ അകത്തെ സ്വഭാവത്തിൻ്റെ പ്രൈസ് ടാഗാണ് എൻ്റെ നാക്ക്. അപ്പം ഞാൻ പറയുന്ന ഓരോ വാക്കും എൻ്റെ വിലയാണ് സൂചിപ്പിക്കുന്നത്. വിലകെട്ട വർത്തമാനം പറയുന്ന ഭർത്താവിന് ഭാര്യ വില കൊടുക്കുകയില്ല. വില കുറഞ്ഞ വാക്ക് പറയുന്ന ഭാര്യയ്ക്ക് ഭർത്താവ് വില കൊടുക്കുകയില്ല. വിലകെട്ട വർത്തമാനം പറയുന്ന പേരൻസിന് കുഞ്ഞുങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുകയില്ല. വാക്കുകൾ നമ്മൾ തൂക്കി വേണം പറയാനായിട്ട്. അവിടെ ക്രിസ്തു പറഞ്ഞ അതേ എന്നും അല്ല എന്നും ആയിരിക്കണം നമ്മുടെ വാക്കുകൾ എന്ന് പറയാം. അത് നമ്മൾ ഒത്തിരി ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ഞാൻ ഏറ്റവും ജീവിതത്തിൽ വിലപ്പെട്ടവളോടാണ് ഈ വാക്ക് പറയുന്നത്. അവൾ പറഞ്ഞ ഏറ്റവും വിലപ്പെട്ടവനോടാണ്. എല്ലാത്തിൻ്റെ ആരംഭം വാക്കല്ലേ. ലോകസ്ഥാപനം ഒരു വാക്കല്ലേ. ദൈവം ഒരു വാക്കാണ് പറഞ്ഞത്, ഉണ്ടാകട്ടെ. അപ്പോൾ ലോകം സൃഷ്ടിക്കപ്പെട്ടു. ഇതുപോലൊരു വാക്കിലാണ് കല്യാണം സ്വീകരിക്കാൻ സമ്മതമാണ്, ഒരു വാക്കാണ്. അപ്പോൾ ആ പറയുന്ന വാക്ക് പാലിക്കുന്നവരെ മാതൃകാ ദമ്പതികളെന്ന് പറയും. ആ വാക്ക് പാലിക്കുന്ന പുരോഹിതരെ മാതൃകാ വൈദികരെന്ന് പറയും. ആ വാക്ക് പാലിക്കുന്ന സമർപ്പിതരെ പറയും മാതൃകാ സന്യാസികളെന്ന് പറയും. വാക്ക് പാലിച്ചില്ലെങ്കിൽ അകത്ത് ഈടില്ല. ആ ഈടില്ലായ്മ വാക്കായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്ന വാക്ക് എണ്ണി പറയാനും ശ്രദ്ധിക്കാനും ഭർത്താവും ശ്രമിക്കണം, ഭാര്യയെ ശ്രമിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ചുമ്മാ വാക്ക് പറയല്ലേ. ഭർത്താവിനോട് കാലൻ പോകുന്ന വെച്ച് വണ്ടി ഇടിച്ച് ആകത്തേ ഉള്ളൂ, മുതുപിശാച് ഒടുങ്ങിപ്പോകത്തേ ഉള്ളൂ, കഴിവില്ലാത്ത ശവങ്ങൾ, പിള്ളേർ, അയൽവക്കത്തെ മക്കൾ, മിടുക്കർ, ഈ വീട്ടിലെ ശവങ്ങൾ. ഭാര്യയിലുള്ള സംസാരം ഒരിക്കലും നന്മ വരുത്തുകയില്ല. അപ്പം അങ്ങനെ നന്മ വരുത്താത്ത വർത്തമാനം മിണ്ടാതിരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ വില എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഓർത്ത് നന്മ വരുത്തുന്ന വർത്തമാനങ്ങൾ അപ്പം മസ്റ്റായിട്ടും പറയുകയും കൂടെ ചെയ്യണ്ടേ. നമ്മൾ പറയാത്തതിനെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ ചില കാര്യങ്ങൾ മസ്റ്റായിട്ടും പറയേണ്ടതില്ല. അതെന്തൊക്കെയാ? അതായത് പ്രോത്സാഹനത്തിൻ്റെ വാക്ക്. നമ്മൾ പറയല്ലോ പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവ് തീനാവായിട്ട് വന്നു. അപ്പം നാവിന് 2 രീതി വർത്താനം പറയാം. ഒന്ന് നശിപ്പിക്കുന്ന വാക്ക്, 2 വളർത്തുന്ന വാക്ക്. അതാണ് നാവിൻ്റെ പ്രത്യേകത. നശിപ്പിക്കുന്ന വാക്കുകൊണ്ട് വളർത്തുന്ന വാക്കുകൊണ്ട്. എപ്പോഴും ഭാര്യയെ കുറ്റം തന്നെ പറഞ്ഞിട്ടിരുന്നാൽ അവിടെ ഉള്ള എനർജി കൂടി ഇല്ലാതാവും. അവളെ നശിപ്പിക്കുന്ന വാക്കായിട്ട് മാറും. എപ്പോഴും ഭർത്താവിനെ മോശക്കാരനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ തളരാൻ തുടങ്ങും. അപ്പോൾ അവൻ്റെ ആ വളർച്ച അവൾ മുരടിക്കും. കുഞ്ഞുങ്ങളോട് കഴിവില്ലാത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അങ്ങനെ ആവും. അതുകൊണ്ടാണ് നമ്മുടെ ആ സൃഷ്ടിക്കുന്ന വാക്കാണോ നശിപ്പിക്കുന്ന വാക്കാണോ സംസാരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ വണ്ടി അവിടുത്തെ കാലൊഴിഞ്ഞ് കിടക്കുക. അടുത്ത് എന്നിട്ട് നമുക്ക് പറയാം, ശോ തമ്പുരാൻ്റെ കളി, കാല് തന്നെ ഒടിഞ്ഞല്ലോ, എന്നാ പറയാനാ, ഒരു ഉത്തരവും പറയാനൊന്നുമില്ല, കത്തി കൂടിയാൽ മതിയായിരുന്നു, ഞൊണ്ടി നടക്കുമെന്ന് ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ ഒരു വാക്ക്. രണ്ടാമത് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായാലും ഇന്ന് സ്ക്രൂ ഇട്ട് മുറുകുമ്പോൾ 90 ദിവസം കഴിയുമ്പം നല്ല ശക്തിയാണ്. ഒടിഞ്ഞ ഒരു കാലുകൊണ്ട് ഒരുത്തൻ 3 ഗോൾ കഴിഞ്ഞ ഓണത്തിന് അടിച്ചു കയറ്റി. എന്നിട്ട് പറയാം ഒടിഞ്ഞ കാല് കത്തി കൂടിയാൽ മുടിഞ്ഞ ബലമാണ്. 2 രീതിയിൽ പറയാം. അപ്പം നമ്മൾ പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറഞ്ഞ് ഭർത്താവിനെ വളർത്തണം, ഭാര്യയെ വളർത്തണം, കുഞ്ഞുങ്ങളെ വളർത്തണം. പ്രായമായി കിടക്കുന്ന കാരണവന്മാരുണ്ട്, അവരോടും നിങ്ങൾ ശല്യമാ, ശാപമാ, ഞങ്ങൾക്ക് ഭാരമാ, ആ രീതിയിലല്ല. അവരോടും വർത്താനം പറയുമ്പോഴത്തേക്ക് ശാന്തമായിട്ട് സംസാരിച്ച് അവർക്ക് തോന്നണം വിലയുണ്ട്. അപ്പം നമ്മുടെ വാക്ക് നമ്മുടെ ക്യാരക്ടറിനെ സൂചിപ്പിക്കും, വാക്ക് നമ്മുടെ തൂക്കത്തെ സൂചിപ്പിക്കും. അതുകൊണ്ട് എല്ലാം ഒരു വാക്ക്. വാക്കിലല്ലേ വിശ്വാസം. ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, എടി ഒക്ടോബർ 21 നിൻ്റെ ബർത്ത്ഡേ, അന്ന് നിനക്ക് ഞാൻ ഒരു നല്ല സാരി എറണാകുളം ജയലക്ഷ്മി പോയി മേടിച്ച് തരും. വാക്കിലാണ്. ഇതുവരെ സാരി കിട്ടിയിട്ടില്ല. അപ്പം അവൾ കാത്തിരിക്കുകയാണ് 21 ആ വാക്ക് നിറവേറുന്നതിന്. അന്നത് റെഡി ചുമ്മാ പറഞ്ഞാകട്ടോ, അങ്ങനെ പറഞ്ഞാലോ. അപ്പം വാക്കിലാണ് നമ്മുടെ പ്രതീക്ഷ, കൊടുക്കുന്ന വാഗ്ദാനങ്ങളിലാണ് പ്രതീക്ഷ. അപ്പം വാക്ക് ഒരുപാട് ആഴമേറിയ അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്, നയിക്കുന്നതാണ്. ദാമ്പത്യത്തിലേ ഉള്ളൂ വിവാഹത്തിന് അന്നെടുത്ത വാക്ക് ഇന്ന് മുതൽ മരണം വരെ അതങ്ങ് വിശ്വസ്തതയിൽ അങ്ങ് ജീവിക്കുക. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ആ വാക്ക് അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക. അപ്പം ദൈവം ഒരു വാക്ക് പറയും,
ഇങ്ങനെ ജീവിച്ചാൽ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് തരും. ഇങ്ങനെ ജീവിച്ചാൽ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നമുക്ക് തരും. അപ്പം ആ ഒരു ഉറപ്പ് നമ്മൾ വാക്ക് പാലിക്കുമ്പം ദൈവവും വാക്ക് പാലിക്കും. പക്ഷെ എന്തായാലും വാക്കിൻ്റെ പ്രാധാന്യത്തെ പറ്റി വളരെ കാര്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഈ സ്പർശനം എന്ന് പറയുന്നത്, ടച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തോരെയാണ് കുടുംബജീവിതത്തിൽ? ഈ ടച്ച് ഹൃദയം നമ്മളെ തൊടുന്നതാണ്. ഒരു ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്നത് ഹൃദയങ്ങളുടെ മ്യൂച്വൽ എക്സ്ചേഞ്ചാണ്, തമ്മിൽ സ്വീകരിക്കും. ഇപ്പം വിവാഹത്തിന് കൈ കൊടുക്കും, വാഗ്ദാനം എടുത്തുകൊണ്ട് കൈ വെച്ച് ബൈബിളെ വെച്ചും കൈ കൊടുത്തുമൊക്കെ ഉണ്ട്. അപ്പം ഒരു വീട്ടിൽ ഭയങ്കര വഴക്കാണ്. അവിടുത്തെ കുട്ടിയോട് ചോദിച്ചു, എന്തിനാ അപ്പനും അമ്മയും കല്യാണത്തിന് നിന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്? അപ്പം അവൻ പറഞ്ഞു, ഫയൽമാന്മാർ ഗുസ്തി തുടങ്ങുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട്. എൻ്റെ അപ്പനും അമ്മയും പിടിക്കാൻ തുടങ്ങിയ ഗുസ്തിയുടെ ഒന്നാമത്തെ അടയാളമാണ് പള്ളി വെച്ച് അച്ഛൻ റെഫറി സാക്ഷി പിടിച്ച ഒരു ഷെയ്ക്ക് ഹാൻഡ്. ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഹൃദയത്തിൻ്റെ എക്സ്റ്റൻഷനാണ് ടച്ച്. എൻ്റെ ഹൃദയം വളർന്നു കയറുന്നതാണ് സ്പർശനം എന്ന് പറയുക. നമുക്ക് ചുമ്മാ വെറുതെ ഒരാളെ സ്പർശിക്കാൻ തോന്നിയല്ലോ. ഉള്ളിൽ ഇഷ്ടം തോന്നിയാലല്ലേ സ്പർശിക്കാൻ പറ്റുള്ളൂ. ചിലപ്പം വേണം ഇഷ്ടമില്ലെങ്കിലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം. ഏറുവശമായി ചിരിക്കുന്ന പോലെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ചിരിക്കാം, ഒക്കെ പറ്റും. പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്നതാണ് സ്പർശനം. അപ്പം അങ്ങനെ വരുന്നത് എൻ്റെ ഹൃദയത്തെ തൊടുന്നതാണ് സ്പർശനം എന്ന് പറയുക. ഓരോരുത്തർക്കും അറിയാം, ഒരു പുരുഷൻ അല്പം ഒരു വികാരത്തോടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ അതൊരു സ്ത്രീക്ക് അറിയാൻ പറ്റും ഏത് രീതിയിലുള്ള സ്പർശനമാണ് കൊടുത്തതെന്നുള്ളത് അവൾക്കറിയാനായിട്ട് പറ്റും. ഒരമ്മ കുഞ്ഞിന് കൊടുക്കുന്ന ചുംബനം, ആ ചുംബനമല്ല ഭർത്താവിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പ്രായമായ കാരണവന്മാർ കൈപിടിച്ച് മുത്തുന്നത് ഭാര്യയ്ക്ക് കൊടുത്ത ചുംബനമല്ല, മക്കൾ കൊടുത്തതല്ല. ഇതിനകത്തെ ഹൃദയത്തിൻ്റെ വികാരത്തിൽ അതിന് ഷേപ്പ് മാറും. അപ്പം പലർക്കും ഇങ്ങനെയുള്ളത് കാണിക്കാനൊന്നും അറിയത്തില്ല എന്നുള്ളതാണ്. അതൊക്കെ പ്രായമായി, കല്യാണം കഴിഞ്ഞു, 70 വയസ്സായി, ഇനി നമുക്ക് ഉമ്മയൊന്നും വേണ്ട, കെട്ടിപ്പിടുത്തം വേണ്ട, ഷെയ്ക്ക് ഹാൻഡ് വേണം. അതറിയത്തില്ലാത്ത മനുഷ്യരുടെ അജ്ഞത എന്ന് പറയുന്നതാണ്. വിവാഹത്തിൽ ഇതെല്ലാം അനുവദനീയമാണ്. എത്ര കാലത്തോടും 2 കാലം നിൽക്കാൻ പറ്റുന്ന കാലത്തോടും ഇത് അനുവദനീയമാണ്. നമ്മളാലും റോബോട്ടല്ല, യന്ത്രങ്ങളല്ല. നമ്മുടെ ഉള്ളിലെ വികാരം പുറത്തോട് കാണിച്ചേ പറ്റൂ. അത് കണ്ണിൻ്റെ തിളക്കമാകാം, കാത് കൂർപ്പിക്കുന്നതാകാം, സ്പർശനമാകാം, നാക്കിൻ്റെ മധുരമാകാം. ഈ വഴികളിലെല്ലാം ഇത് പ്രകടിപ്പിക്കണം. ഒരാളെക്കുറിച്ച് പറയുകയാണ്, എൻ്റെ മോന് 5 ഭാഷ അറിയാം. മലയാളം, നമ്മൾ കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്. ഒരു കുഴപ്പമുണ്ട്, ഊമന, വർത്താനം പറയല്ല. പിന്നെ ഭാഷ തന്നെ കാര്യം. ഉള്ളു നിറയെ സ്നേഹമാണെങ്കിലും അത് കാണിക്കുന്നില്ലെങ്കിൽ ആ സ്നേഹത്തിന് അർത്ഥമില്ല. ഉള്ളിലെ സ്നേഹം പുറത്തോട്ട് പ്രകടിപ്പിക്കണം, കാണിക്കണം. അവിടെയാണ് വിജയം എന്നൊക്കെ പറയുക. അത് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. എനിക്കൊന്ന് ന്യൂ ജനറേഷൻ കുറച്ചും കൂടെ അക്കാര്യത്തിൽ ഭേദമാണെന്ന് തോന്നുന്നു. പണ്ടുള്ള കാരണന്മാർക്ക് കുറച്ചുകൂടെ നാണവും ഈ പറഞ്ഞ പോലെ കെട്ടിപ്പിടിക്കാൻ പാടില്ല, ഉമ്മ വെക്കാൻ പാടില്ല, എന്ത് വിചാരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ടു വളരുന്ന മക്കൾ കുറച്ചുകൂടി എക്സ്പ്രസീവായിട്ടും കുറച്ചുകൂടി സ്നേഹിക്കാനൊക്കെ പഠിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്തുള്ള ഒരു വശവതുണ്ട്. ഒരു വ്യത്യാസമുള്ളത്, പണ്ടധികം പ്രകടിപ്പിച്ചില്ലെങ്കിലും ആത്മാർത്ഥത കൂടുതലുണ്ടായിരുന്നു. കാരണം എനിക്ക് 100 കേസുകൾ അറിയാം. ഷോ ഇല്ല, പക്ഷെ ഉള്ളിൽ ഒത്തിരി ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് ഷോയുണ്ട്, പക്ഷേ വളരെ പെട്ടെന്ന് ഇവർ പിരിയുന്നതായിട്ടും ഡിസഗ്രി ചെയ്യുന്നതായിട്ടും കാണുന്നതാണ് അനുഭവം. അത് പിരിക്കാൻ പറ്റുമല്ലെങ്കിലും പൊതു അനുഭവം നമ്മളങ്ങനെ കാണുന്നുണ്ട്. അപ്പം പ്രകടനം കൂടുതൽ, അകത്ത് കുറവ്. നല്ല ഒന്നാന്തരം കവറേജ് ഉണ്ട് സമ്മാന പാക്യത്തിന്, അകത്ത് വളരെ വില കുറഞ്ഞ സാധനമുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഹായ്, ഹണി, സ്വീറ്റ്. ഈ ഒത്തിരി സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ തന്നെ ഓർക്കണം, ഏതാണ്ട് അഭിനയമുണ്ട്. കുറച്ചേ ഉള്ളെങ്കിൽ അല്പം പരുഷമായിട്ടും കാര്യം വരെ മാറ്റർ ഓഫ് ഫാക്ട് അങ്ങനെ പോവുള്ളൂ. ഭയങ്കര സ്നേഹം കാണിക്കുന്നത് ഈ ക്രിക്കറ്റിൽ ഫസ്റ്റ് ബോളെ 6 അടിക്കുന്ന പോലെ, അതിന് താമസിയാതെ അവൻ ഔട്ടാവും. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് വേണം, പക്ഷേ അതിനൊക്കെ ഒരു മോഡസ്റ്റിയും ഉള്ളതാണ് വില നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ചുമ്മാ ഇപ്പം നമ്മൾ കന്നിമാസത്തിലെ പട്ടികൾ എന്തൊരു സ്നേഹമാണ്. പള്ളി വീറ്റോ ക്ഷേത്രമോ എവിടെയാണെങ്കിലും കടിയും പിടിച്ച് ഉമ്മയും കൊടുത്ത് ഒരുമിരിക്കുന്ന കാണാം. അതൊരു കുറച്ച് നാളത്തെ കന്നിമാസത്തിൻ്റെ ഷോയാണ്, പിന്നെ ഇതില്ലല്ലോ. അപ്പോൾ ഈ കന്നിമാസ ഷോ ഈ ദാമ്പത്യത്തിൽ ഒത്തിരി കാണിക്കാതിരിക്കുകയാണ് നല്ലത്. വേണം, പക്ഷേ
ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനുള്ള ഒരു പഠനമായിട്ട് പറ്റിയാൽ ഉള്ളിലും കൂടെ ഉണ്ടാവണം, ഉള്ളിലുണ്ട് അല്ലേ? ഉള്ളിലും പ്രധാനം. പുറത്തും ഒരുപോലെ കൊണ്ടുനടക്കാൻ പറ്റിയാൽ അതാണ് നല്ലത്. അത് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഒരു മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു ടെക്നിക്ക് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അച്ഛൻ നിന്ന് കണ്ണും കാതും നാക്കും നമ്മുടെ സ്പർശനമൊക്കെ പറഞ്ഞു. ഇനി അവസാനത്തെ അവയവം മൂക്കാണ്. പക്ഷേ ഈ മൂക്ക് ഞാൻ വേറൊരു രീതിയിൽ ചോദിക്കുകയാണ്. ഈ മൂക്കുകൊണ്ട് സാറിന് നമ്മൾ മണം പിടിക്കുകയാണല്ലോ. ഇപ്പോൾ ഒരു മീൻ വറുത്ത ഉടനെ മീൻ വറുക്കുന്നുണ്ടെന്ന് നമ്മൾ സ്മെല്ല് ചെയ്തെടുക്കും. പക്ഷെ അത് കുടുംബജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പം അവളുടെ മുഖം ഒന്ന് വാടിയാലേ എന്താണ് സംഭവിക്കുന്നത്, അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ കേൾക്കാതെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ കണ്ടോ കേട്ടോ തന്നെ മുഖം കാണുമ്പോഴൊക്കെ ഇങ്ങനെ കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ ചില ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ ഭയങ്കര കാര്യമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവയവമായിട്ട് ഞാൻ മൂക്കിനെ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെ കണ്ടറിഞ്ഞ് ഒരു വിഷമം വരുമ്പോൾ തന്നെ പെരുമാറാനൊക്കെ സാധിക്കും. അത് നമുക്ക് മണം പിടിക്കുന്ന അവയവമാണ്. എന്താണ് ഉണ്ടാക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് മൂക്കുകൊണ്ട് മണം പിടിച്ചാണ്. മീൻ വറുക്കുന്നതാണോ, ഇറച്ചി വരുത്തുന്നതാണോ, കടുക് പൊടിക്കുന്നതാണോ, ഇല്ലേ? ഇതുപോലെ ജീവിതത്തിൽ ഒരു മണം പിടുത്തം നല്ലതാണ്. അപ്പം എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ വാടിയിരിക്കുന്നത്? ആ മണം പിടിക്കാൻ ഭർത്താവിന് വരണം. എന്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? ആ മണം ഭാര്യ പിടിക്കണം, അറിയുക. വികാരങ്ങൾ മണത്തറിയുക, ചിന്തകൾ മണത്തറിയുക, ഉണ്ടായ മുറിവുകൾ മണത്തറിയുക. അതിന് ദൈവം തന്നിരിക്കുന്ന ഒരു മൂക്ക് നമുക്കുണ്ട്. ആ മൂക്ക് സ്നേഹത്തിൻ്റെ പ്രകടനമായ ചുംബനത്തിൻ്റെ അവയവമാണ്. ഒപ്പം എന്തെല്ലാം അവിടെ ഉണ്ടാക്കുന്നുവെന്ന് അറിയുന്നതിൻ്റെയും ഒരു അവയവമാണ്. അപ്പോൾ നമ്മുടെ മൂക്കുകൊണ്ട് മണത്ത് ഗന്ധം പിടിക്കുന്ന പോലെ ബുദ്ധി കൊണ്ട് വേഗം കൊണ്ട് മണത്തറിയാനുള്ള കഴിവ് വേണം. ആരും പറയണ്ട, പറയാതെ തന്നെ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവ്. ആ കഴിവ് മൂക്കുമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. അങ്ങനെ അതാണ് നമ്മൾ പറയുക, ഒരക്ഷരം പോലും ഉരിയാടാതെ മനസ്സ് വായിക്കുന്ന ഒരു ജീവിതം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്തരീക്ഷം കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമാണ് ഭാര്യയെ മുറിപ്പെടുത്തുന്നു തോന്നുന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കുക. അവിടെ വികാരം മണത്തറിയുമ്പോഴാണ്. ഭർത്താവിനെ നൊമ്പരപ്പെടുന്ന കമൻറ്റ് പറയാതിരിക്കുക, അവൻ്റെ വികാരം മണത്തറിയുമ്പോഴാണ്. ഭർത്താവിൻ്റെ പേരൻസിനെ കുറിച്ച് കുറ്റം പറയുന്നത് അവന് ഇഷ്ടപ്പെടുകയല്ലെങ്കിൽ മനഃപൂർവ്വം അതിൽ നിന്ന് മാറി നിൽക്കുക, അവൻ വികാരത്തെ മണത്തറിയണം. ഭാര്യയുടെ സ്വന്തക്കാരെക്കുറിച്ചോ പേരൻസിനെ കുറിച്ചോ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിൽ നിന്ന് നിശ്ചിതത പാലിക്കണം. അങ്ങനെ മണത്തറിഞ്ഞ് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനും പിടിച്ചു നിൽക്കാനും പറ്റണം. അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴാണ് ദാമ്പത്യത്തിൻ്റെ വിജയം. അപ്പം നമ്മുടെ കണ്ണുകൊണ്ട് കാണേണ്ടത് കണ്ടും, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേട്ടും, മൂക്കുകൊണ്ട് എല്ലാം മണത്തറിഞ്ഞും, നാക്കുകൊണ്ട് നല്ലത് പറഞ്ഞും, നല്ല സ്പർശനം വഴി സ്നേഹബന്ധത്തെ പടുത്തുയർത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഉത്തമ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയാൻ പറ്റുക. അപ്പം അതിന് എല്ലാം ഒരു ഒറ്റ നിമിഷത്തിൽ ചെയ്തു എന്നല്ല, അതിനുള്ള യജ്ഞം നമ്മൾ നടത്തുക, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ചോദ്യത്തിന് ഇത്രയൊരു പെർഫെക്റ്റ് ആൻസർ ഇനി കിട്ടാനില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ വളരെ വിശുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബജീവിതത്തിൽ എന്നുള്ളത് എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത തവണ അടുത്ത വിഷയമായിട്ട് കാണാം. താങ്ക് യു.